മ്യൂസിക് ഡയറക്ടർ ഓഫ് അവർ മൂവി ബിപിൻ അശോക്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് സരിഗമയ്ക്കാണ്. സരിഗമയുടെ ഒഫീഷ്യൽസ് ബിനു സേവ്യർ, അദ്ദേഹത്തിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Alright, so here we have, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാപ്റ്റൻ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ ഇവരോട് ആക്ച്വലി പറയായിരുന്നു, കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി, ഇവർ തരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിംഗ് ആണെന്ന് ഞാൻ പറയായിരുന്നു. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദെയർ എനർജി? ആൻഡ് ഓഫ് കോഴ്സ് സാഹസം മൂവി വെരി സൂൺ തിയേറ്ററിലേക്ക് എത്തിയാണ്. ആൻഡ് 21 grams എന്ന ചിത്രത്തിന് ശേഷം അടുത്ത പടമാണ് സാഹസം. ഐ എം പ്രിറ്റി ഷുവർ എക്സൈറ്റ്മെന്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. സോ എല്ലാ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. ഹലോ, നമസ്കാരം കോഴിക്കോട്. എൻ്റെ പേര് ബിപിൻ എന്നാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ബിപിൻ കൃഷ്ണ. ഞാൻ ഈ സാഹസ് എന്ന പറഞ്ഞ മൂവിയുടെ ഡയറക്ടറാണ്. മുമ്പ് ചെയ്ത മൂവി 21 grams ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കോഴിക്കോട് ഒരു സിനിമയുടെ കാര്യമായിട്ട് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ. ഞാൻ മാത്രമല്ല, ഈ സിനിമയിലുള്ള പ്രൊഡ്യൂസർ, മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ കുറേ പേര് കോഴിക്കോട് നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് വളരെ സ്പെഷ്യലാണ്. എസ്പെഷ്യലി ഓഡിയോ ലോഞ്ച്, കാരണം ഞങ്ങളുടെ ഓണം മോഡ് സോങ് അത്യാവശ്യം നന്നായിട്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു. അതിനുശേഷം സന്തത സഖീപ കേട്ടപ്പോയിട്ടും അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും ഏറ്റെടുത്തു. അപ്പോൾ ഇനിയും ഒരുപാട്, ഇന്നൊരു പുതിയ പാട്ട് ലോഞ്ച് ചെയ്യുന്നു. 7ഓളം പാട്ടുകളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാ പാട്ടുകളും നന്നായിട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഓഡിയോ ലോഞ്ചിന് തന്നെ ഇവിടെ എത്താൻ പറ്റിയ ഒരുപാട് സന്തോഷം. സരിഗമയ്ക്ക് വേണ്ടി ബിനുചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഓഗസ്റ്റ് 8-നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ എൻ്റർടൈൻഡ് ആയിട്ട് കാണാൻ പറ്റുന്ന, രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കളർഫുൾ എൻ്റർടൈനറാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. സോ ഹോപ്പ്ഫുള്ളി യു ഓൾ ലൈക്ക് ഇറ്റ്. ഓഗസ്റ്റ് 8-ന് എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി എല്ലാവരോടും കാണാൻ പറയും. താങ്ക് യു. Thank you very much. And here we have റിനീഷേട്ടൻ. എനിക്ക് തോന്നുന്നു 21 grams, അതിനുശേഷം ഫീനിക്സ് വേൾഡ് അടിപൊളി മൂവി, അതിനുശേഷമാണ് സാഹസം തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 8-ാം തീയതി. സോ what do you tell them? ബിപിൻ പറഞ്ഞ പോലെ കോഴിക്കോട് ഒരു ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വരാൻ പറ്റിയത് വളരെ സന്തോഷം. ഞാനും ബിപിനും കോഴിക്കോടാണ്. ഞാൻ പയ്യോളിയാണ്. ചിലപ്പോൾ പയ്യോളിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ കൈയടിക്കുന്നതായിരിക്കും. ഓക്കെ, വളരെ സന്തോഷം. ഞങ്ങളുടെ ഇത് 21 grams നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും സാഹസവും വളരെ നല്ല, നിങ്ങളിപ്പോൾ ട്രെയിലർ കണ്ടു കാണും. സോ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കോഴിക്കോടുകാരുടെ സിനിമയായിട്ട് കാണാൻ. ബിബിനും വടകരക്കാരനാണ്, കോഴിക്കോടുകാരാണ് ഞങ്ങളെല്ലാവരും. അതിനേക്കാളുപരി ഇവിടെ ഈ ഒരു ഹൈലൈറ്റ് മാൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കാൻ പറ്റിയത് വളരെ സന്തോഷം. ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിന് വന്നതിൽ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. Thank you very much. And here we have our music director Bipin Ashok. Yes, അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കണം, because we are going to do the grand launch, our audio launch here. So എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? By the way, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സോങ് ഇസ് വിധുമുഖിയെ. ആൻഡ് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ this song is definitely going to hit the playlist of many of us. So please. ഇവരെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഒരു കോഴിക്കോട്ടുകാരനാണ്. വടകരയാണ് എൻ്റെ നാട്. ഭയങ്കര സന്തോഷമുണ്ട് സ്വന്തം നാട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ. പിന്നെ ഇതിൽ അത്യാവശ്യം ഒരു 7ഓളം പാട്ടുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 റിലീസ് ചെയ്തു. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഇന്നിപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ റിലീസ് ചെയ്തു. ഇനിയും പാട്ടുകൾ വരാനുണ്ട്. പടം 8-ാം തീയതി റിലീസാണ്, ഓഗസ്റ്റ് 8-ന്. അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. എന്തായാലും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓഫ് കോഴ്സ് സരിഗമയുടെ ഒഫീഷ്യൽസ് ഇന്ന് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം കോഴിക്കോട്. ഞാൻ ഒരു ഓർഡിനറി ഫംഗ്ഷനായിട്ട് ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത്. ബിപിൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ പടം മന്ദാകിനിയായിരുന്നു. അതിലെ ഒറ്റയപ്പം സോങ് വളരെ ഹിറ്റായിരുന്നു. പിന്നെ ബിപിൻ വിളിച്ച് ഈ പടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാട്ട് കാണാൻ പോവുകയും ഫസ്റ്റ് പാട്ട് ഓണം മൂടാണ് കേട്ടത്. അപ്പോൾ തന്നെ മൊത്തത്തിൽ മൂടായി.
പിന്നെ അതിനുശേഷം വന്ന പാട്ട് സന്തോഷമായിരുന്നു. അത് ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് മെലഡി ആയിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഫിക്സ് ചെയ്ത് ഞാൻ ഇത് എടുത്തിരിക്കുന്നുള്ളത്. പിന്നെ ഒരു പാട്ട്, ഒരു റാപ്പ് സോങ് കേട്ടു, അതിന്ന് റിലീസായിട്ടുണ്ട്. അത് ഇംബാച്ചിയാണ് പാടിയിരിക്കുന്നത്. ആൻഡ് ഒരു ഫോർത്ത് സോങ്ങും വീണ്ടും ഒരു മെലഡി കേട്ടു. അത് ആര് പാടണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഞങ്ങളൊരു ചോയ്സ് ഫിക്സ് ചെയ്തു. ചിന്മയാണ് പാടിയിരിക്കുന്നത്. നെക്സ്റ്റ് സോങ് ആയിരിക്കും അത് വരുന്നത്. ചിന്മയാണ് പാടിയിരിക്കുന്ന ആ പാട്ട്. അപ്പോൾ നെക്സ്റ്റ് സോങ് മിക്കവാറും ചിന്മയ പാടിയ പാട്ടായിരിക്കും. ബിബിനായിട്ട് അസോസിയേറ്റ് 2ാം ഫിലിമാണ്. ഇനി എല്ലാ പടങ്ങളും ഞാനും ബിബിൻ തന്നെ ആയിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത്. റിനീഷിനെ ഇതിനു മീറ്റ് ചെയ്തിരുന്നു. ബിബിൻ കൃഷ്ണനെ ഞങ്ങളും എല്ലാവരും ഒരു കോർഡിനേഷനിലുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അത്യാവശ്യം പാട്ടിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സന്തോഷ് സഖി ആദ്യം ഇറങ്ങിയ സമയത്ത് കുറച്ച് പിക്ക് ചെയ്തു. റംസാൻ്റെയും ഗൗരിയുടെയും വീഡിയോ വന്നതിന് ശേഷം അതൊരു നല്ലൊരു ബൂമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും റീൽസിലെല്ലാവരും അത് റീക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നല്ല ഫോളോവേഴ്സും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സ്പോട്ടിഫൈയിലൊക്കെ നല്ല രീതിക്ക് പാട്ട് വർക്കുണ്ട്. വളരെയധികം സന്തോഷം. എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണുക. തിയേറ്ററിൽ പോയി ഒരു ആഘോഷമാക്കാം. ഓണം മൂഡ് മൊത്തത്തിലൊരു മൂടാക്കി എടുക്കുക തിയേറ്ററിൽ. താങ്ക് യു. തീർച്ചയായും അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ ഒരു ഓണത്തിന് ഈ സിനിമ എല്ലാവരും മലയാളികൾ എല്ലാവരും ആഘോഷിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫെജോയുടെ ഒരു ലൈവ് പെർഫോമൻസ് ഈ ഒരു ഇവന്റിന്റെ അവസാനം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ഐ എം ഷുവർ ഇവരെല്ലാവരും അതിന് വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ആണ്. പക്ഷേ നമുക്ക് കുറച്ച് പണി ബാക്കിയുണ്ട് അല്ലേ? യെസ്, നമ്മൾ അതിലൂടെ എത്തിയിരിക്കുന്നത് ഫോർ ദ ഗ്രാൻഡ് ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവര് മാത്രം പോരാ, നമ്മുടെ സ്റ്റാർസ് എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. സോ ഇറ്റ്സ് ടൈം ടു വെൽക്കം ദം ഓൺ ടു ദ സ്റ്റേജ്. Are you ready to welcome them? Pora, Shakti Pora. Are you ready, Kozhikode? All right, ladies and gentlemen, put your hands together as we welcome the one and only Ramzan onto the stage. Yes. And along with him, here we have the prettiest, beautiful, amazing actress. Here we have Gauri. And of course, നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ശബരി ചേട്ടൻ. Let's give it up, guys. നിങ്ങളുടെ കൈയടി ഒന്നും നനയ്ക്കാതിരിക്കട്ടെ. നിറഞ്ഞ കൈയടി ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാം. അതുപോലെ തന്നെ we have the amazing actor Bhagat Manuel. അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. ആൻഡ് ഫാമിലി മെമ്പേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ജീവചേട്ടൻ. Here we have Jiva. Yes. Sajin. Yes. നമ്മുടെ എല്ലാവരുടെയും one of the favorites, Sajin Chetan and Tessa. Here we have beautiful actress Tessa. Along with her, I would like to welcome the talented Varsha and also the most amazing Jayashree Hari and Karthik onto the stage. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഈ entire cast and crew-ന് വേണ്ടിയിട്ട് Kozhikode, just give it up for them. Come on, everyone. All right, yes, let's keep up that energy. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രെയിം എല്ലാം അടിപൊളിയാണ്. യു ആർ ലുക്കിംഗ് വെരി പ്രിറ്റി, ഹാൻസം, അമേസിംഗ്. സോ ഇറ്റ്സ് ടൈം ഫോർ ദാറ്റ് മ്യൂസിക് ഓഡിയോ ലോഞ്ച്. അതിന് വേണ്ടിയിട്ട് ഐ വുഡ് ലൈക്ക് ടു പാസ് ഓൺ ദിസ്. യെസ്, നമുക്ക് മ്യൂസിക് ഡയറക്ടറിനെയും എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് വിളിക്കാം. ഐ വാണ്ട് യു ഓൾ ടു ബി ഹിയർ. യെസ്, എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വന്ന് എല്ലാവരും രണ്ട് സൈഡിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി നൈസ്. വി വാണ്ട് എവരിബഡി ടു ബി ഓൺ ക്യാമറ. ഓൾറൈറ്റ് എവരിബഡി, ലെറ്റ്സ് ഡു ഇറ്റ്. നിങ്ങളുടെ കൈയടി വേണം. ചെയ്യട്ടെ. Here we are presenting the Sahasam grand audio launch along with the cast and crew members of Sahasam movie. We have our director Bibin Krishna, the production house is Frangio, which is going to hit their theaters on August 8th. Here we have it, yes. Ladies and gentlemen, this is Frangio Productions in association with Ginger Media Presents Sahasam Grand Audio Launch, sponsored by G-Tech Computer Education, supported by Beige Homes 4, directed by Bibin Krishna, and releasing on August 8th.
Thank you so much. And I'm requesting all the artists to stay back. And തീർച്ചയായിട്ടും നമ്മുടെ co-writer യദു അദ്ദേഹം ഈ വേദിയിൽ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും നല്ലൊരു കൈയടി കൊടുക്കാം. Here we have our co-writer യദു. അപ്പൊ എനിക്കൊന്ന് ആദ്യം നമുക്ക് യദു ചേട്ടന് മൈക്ക് ഒളിച്ചു നിൽക്കില്ലേ, ഫ്രണ്ടിലേക്ക് വരൂ. യെസ്, നമസ്കാരം. കൂടുതലൊന്നും പറയാനില്ല. ഇപ്പം ഇറങ്ങിയ പാട്ടുകളെ പോലെ ഇനി ഇറങ്ങുന്ന പാട്ടുകളെ സപ്പോർട്ട് ചെയ്യുക. പടം ഓഗസ്റ്റ് 8 റിലീസാവും, കാണുക. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെറിയൊരു ഇന്ററാക്ഷനും പരിപാടികളൊക്കെ ഉണ്ട്. താങ്ക് യു വെരി മച്ച്. യു ആൾ ക്യാൻ ടേക്ക് യുവർ സീറ്റ്. നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് let's make them seated. And here we have all the artists right here right in front of you. നിങ്ങൾ എല്ലാവരും, അതെനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരെയും കാണണം. അപ്പൊ ഒന്ന് നേരെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. So we can capture it in the camera as well. Okay. All right everyone. അപ്പൊ ഞാൻ ഇതിന് ആരിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഐ തിങ്ക് റംസാൻ അല്ലേ? റംസാനിന്ന് തുടങ്ങിയാലോ? വേണോ വേണ്ടോ? എവിടെ റംസാൻ ഫാൻസ്? ഓക്കെ, യെസ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം മലയാളം പടങ്ങൾ എനിക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തതിനു ശേഷം ഒരു ത്രൂ ഔട്ട് മൂവി, ഒരു ക്യാരക്ടർ ഈ ഒരു പടത്തിലൂടെയാണ് വരുന്നത്. റംസാൻ ഓൾറെഡി മൈക്ക് എടുത്തിട്ട് പറയാൻ തുടങ്ങിയായിരുന്നല്ലോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നായിക്കോട്ടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന്. ബട്ട് ദ സ്റ്റേജ് ഇസ് ഓൾ യുവേഴ്സ് ആൻഡ് വി ആർ ലിസണിംഗ് ടു യു. പ്ലീസ് ഗോ അഹെഡ്. നമസ്കാരം കോഴിക്കോട്. സത്യമായിട്ട് ഞാനിവിടെ എത്തുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതുപോലൊരു എന്താ പറയുക, ഞങ്ങൾക്ക് ഇത് വലിയൊരു പടമാണെങ്കിലും ഓഡിയൻസിന് സാധാരണ ഒരു വെള്ളിയാഴ്ച ഇറങ്ങുന്ന പടമാണ്. റെസ്പോൺസ് കേട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എന്നാലും ഞങ്ങളുടെ ഈ പടത്തിന് ഇത്രയും ആളുകളോട് കൂടുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. താങ്ക് യു സോ മച്ച്, റിയലി ഫ്രം മൈ ഹാർട്ട്. ആൻഡ് സാഹസം ഈ വരുന്ന ഓഗസ്റ്റ് 8 തിയേറ്റേഴ്സിലേക്ക് എത്തിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നൊരു പടമാണ്. ഡാൻസിന് കോഴിക്കോട് നിന്നും കാസർഗോഡും കണ്ണൂരിൽ നിന്നും കിട്ടിയ സ്നേഹമൊക്കെ എനിക്ക് പണ്ടേ അറിയാം. അതേ സപ്പോർട്ട് എനിക്ക് ഇതിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത് നമുക്ക് ലെറ്റ്സ് പാസ് ദ മൈക്ക് ടു ഗൗരി. നമസ്കാരം കോഴിക്കോട്. ഇല്ല പറഞ്ഞോളൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കോഴിക്കോട് ഞാൻ ഒരു കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷെ എപ്പോൾ വന്നാലും ഭയങ്കര ഇവിടുത്തെ വാംത്ത് എനിക്ക് ഭയങ്കര എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും സാഹസത്തിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നിങ്ങളെയൊക്കെ കാണാൻ. സോ താങ്ക് യു സോ മച്ച്. ഹായ്. സാഹസം ഓഗസ്റ്റ് 8 റിലീസാണ്. ഞങ്ങളുടെ എല്ലാ പാട്ടിനും അടിപൊളി റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഒരു അടിപൊളി മൂവി ആയിരിക്കും. ഓണത്തിൻ്റെ ഒരു മൂഡ് പോലെ തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡും വളരെ സ്ട്രോങ് ആണ്. നിങ്ങളിപ്പോൾ പാട്ട് കേട്ടു. ഇന്ന് 3ാമത്തെ പാട്ട് ഇറങ്ങി. വിപിൻ അശോകിൻ്റെ ടാലൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് അറിയും എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇന്ന് ഓഡിയോ ലോഞ്ച് എന്നുള്ളൊരു ദിവസം വളരെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. പടം കാണുക. ഫാമിലിയുടെ കൂടെ കാണാൻ പറ്റിയ സിനിമയാണ്. സോ ഒന്നും ആലോചിക്കണ്ട, ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങ് പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ഇവിടെ സോങ് പ്ലേ ചെയ്തപ്പോൾ ആ കവളത്ത് നല്ല ചുവന്ന കവളത്ത് നല്ല പാടുണ്ടായിരുന്നല്ലോ. ഇതിൽ ഈ കൂട്ടത്തിൽ ആരാ അടിയടിച്ചത്? അത് പറയാൻ പറ്റില്ല. ഓഗസ്റ്റ് 8 പോയിട്ട് ഗൗരിന്റെ കവളിൽ ആരാണ് അടിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അമ്മാരി അടിയായി പോയി. ഓക്കെ ഫൈൻ. ആരടിച്ചതാണെങ്കിലും ശരിക്കും അടിച്ചതാണോ? അത് അല്ല, അങ്ങനെ നമുക്ക് ഞങ്ങളുടെ സെറ്റ് അബ്യൂസീവ് അല്ല. പക്ഷെ അത് ഷൂട്ട് ചെയ്ത സമയത്ത് അവർക്ക് ടാഗ്ലൈൻ കിട്ടിയിട്ടോ, ഞങ്ങളുടെ സെറ്റ് അബ്യൂസീവ് അല്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് സിനിമ എന്നുള്ളൊരു ലിബർട്ടി ഞങ്ങൾ യൂസ് ചെയ്തു. പക്ഷെ ആ ഒരു സീക്വൻസിന് അങ്ങനെ കാണിക്കേണ്ടി വന്നു. പക്ഷെ അല്ലാതെ ആരും എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല.
വളരെ ക്യൂട്ടായിട്ട്. ഇതിൽ ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല, നിങ്ങൾ ആരും പേടിക്കണം. എനിവേസ് August 8 ഞങ്ങൾ പോയിട്ട് പടം കണ്ടിട്ട് തീരുമാനിക്കാം ആ അടി ആരുടെ അടുത്തതാണ് കിട്ടിയതെന്ന്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മുടെ സ്വന്തം ശബരീഷ് ഏട്ടൻ. കയ്യടി എവിടെ? കയ്യടി എവിടെ? കോഴിക്കോട്. Here we have the one and only ശബരീഷ് ഏട്ടൻ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ മാക്സിമം ആൾക്കാർ വന്ന് നിന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫെജോയുടെ പെർഫോമൻസ് കാണാനാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഏത് മൂഡ്? ഫെജോയുടെ മൂഡ് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇവരെല്ലാവരും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളത്, വീണ്ടും ഇവിടെ എല്ലാവരും പറയും August 8 പടം റിലീസാണ്. സാഹസം തിയേറ്ററിൽ നിങ്ങൾ കാണുക. ഒരു പുതിയ നായകൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അത് റംസാൻ്റെ ഡാൻസ് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു. ഇനി അഭിനയം കാണുക. റൊമാൻസ് ചെറുതായിട്ട് കണ്ടു, അതിൽ കൂടുതൽ സിനിമയിലുണ്ട്. August 8 നമുക്ക് തിയേറ്ററിൽ കണ്ടുകൂട്ടാം. ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് നിന്നതിൽ. നമുക്ക് ഇനി ഒരുപാട് ആൾക്കാർ അടുത്ത ആളെ വിളിക്കാം. തീർച്ചയായിട്ടും ശബരീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫെജോയുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കോഴിക്കോട് വന്നിട്ട് ശബരീഷേട്ടനെ കൂടെ ഒരു പാട്ട് പഠിക്കാൻ വിടരുതെന്ന് ഇവർ ഓൾറെഡി എന്നോട് പറഞ്ഞു. ശബരീഷേട്ടാ ഇല്ലേ? യെസ് ഇല്ല എന്നാണല്ലോ കേട്ടത്. ഇല്ലേ മക്കളെ? യെസ്, കണ്ടോ ആ സുന്ദരികളായ കുട്ടികൾ ശബരീഷേട്ടാ പാടൂന്ന് നിർബന്ധിക്കുന്നു. ഒരു മുഴം പോട്ടെ മാറി കൊഴന്ത് തപത്തിൽ മാറ്റി പൊടിച്ച് പിസ്താസുമാക്കി റാസോ മാറി ജമാക്കി റായ ഡമാലേ ഡമാ 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 ഡമാലേ ഡമാ ഡനകന കന ഡേ ഡേ ഡസ്കിന കന ഡേ ഡേ ഡണ്ടന കാടന കന കാടേ ഡേ ഡേ ഡേ. താങ്ക് യു. തൊണ്ട നല്ല കോലത്തിലാണ്. എന്തായാലും സന്തോഷം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇനി ആ മൈക്ക് നമുക്ക് ഭഗത്തേട്ടന് പാസ് ചെയ്യാം. ഭഗത്തേട്ട ആക്ച്വലി ഭഗത്തേട്ടൻ സ്ക്രീനിൽ വരുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് നാൾ കണ്ടില്ല, പിന്നെയും വന്നു. ഈ ഒരു മൂവിയിലൂടെ വീണ്ടും വന്നു എന്നൊക്കെ. ഓക്കെ, ഈ ഒരു മൂവിയിലൂടെ ഞങ്ങൾക്ക് ഒരു അടിപൊളി ക്യാരക്ടർ ഇട്ടൊന്ന് വി ആർ വെരി ഷുവർ അബൌട്ട് ഇറ്റ്. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒന്ന്, ഞാൻ എപ്പോഴും ചെയ്യുന്നത് കൂട്ടുകാരനായിട്ടായിരിക്കും. ഇതിനകത്ത് കൂട്ടുകാരനല്ല. പക്ഷേ എനിക്ക് ഇതുവരെ കിട്ടിയ ക്യാരക്ടർ നല്ല ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി ബിബിൻ സാർ എന്നെ നല്ലൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. ആദ്യം തന്നെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനൊക്കെ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സിനിമ 8 തിയേറ്ററിൽ വന്ന് കണ്ടേ പറ്റുള്ളൂ. കാരണം ഞങ്ങളെല്ലാവരും അത്രയും കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന സിനിമയാണ്, അത്രയും സന്തോഷിച്ച് ചെയ്തേക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. യെസ്, അടുത്തതായി ഈ ഒരു വ്യക്തി എപ്പോൾ സ്ക്രീനിൽ വന്നാലും മിനി സ്ക്രീനിൽ വന്നാലും നമ്മളെയൊക്കെ എന്റർടൈൻ ചെയ്യിച്ചിട്ടേ ഉള്ളൂ. എന്താ പറയാ, ആക്ടർ, കോണ്ടന്റ് ക്രിയേറ്റർ, ആങ്കർ, ഞങ്ങളൊക്കെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ജീവ ചേട്ടാ, come on, let's give it up for Jiva. ഹലോ കാലിക്കറ്റ്. വരും. ഹലോ കാലിക്കറ്റ്. താങ്ക് യു. കാര്യം ഞാൻ എപ്പോൾ കാലിക്കറ്റ് വന്ന് ഹലോ കാലിക്കറ്റ് എന്ന് വിളിച്ചാലും ഇതല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ട റെസ്പോൺസ് തന്നുകൊണ്ടിരുന്നതാണ്. സരിഗമപ്പ ചെയ്യുമ്പോൾ മുതൽ ഒരുപാട് സ്നേഹം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കാലിക്കട്ടുകാർ. കലയും കലാകാരന്മാരെ ഒരുപാട് സ്നേഹിക്കുന്ന നാട്ടിലേക്ക് വന്ന് ആദ്യമായിട്ടാണ് എനിക്കൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വന്ന് നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ സിനിമയുടെ താങ്ക് യു ബിബി. 21 ഗ്രാംസിനെ നിഖിൽ നാരായണനെ വിളിച്ചതിന് ശേഷം ഞാൻ വിടാതെ മുറുകെ പിടിച്ചതുകൊണ്ടാണ് എനിക്ക് റോണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നത് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലാതെ പലവട്ടം പറഞ്ഞിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. കാര്യം ടെലിവിഷൻ സ്ക്രീനിൽ സരിഗമപ്പ അങ്ങനെ 1-2 ഷോസിലൂടെയൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ സിനിമയിൽ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയ കാസ്റ്റിൻ്റെ കൂടെ ടെക്നിക്കലി ഇത്രയും ബ്രില്യൻ്റ് ആയ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ആ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് കാലിക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നിന്ന് ഞങ്ങളുടെ സിനിമയെ പറ്റി പറയാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു വളർന്നു വരുന്ന കലാകാരനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ August 8 ഞങ്ങളുടെ കുഞ്ഞു സിനിമ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ കണ്ട് വലുതാക്കേണ്ട സിനിമ August 8 റിലീസാകുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എല്ലാ കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞായിരുന്നു ബിബിൻ ചേട്ടന്റെ പുറകെ നടന്ന് കഷ്ടപ്പെട്ട് മേടിച്ച റോളാണ്. ഞാൻ പറഞ്ഞത് ഓക്കെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എന്താ പോലെ
എന്ന് ഞാൻ പറയുന്നില്ല. ആ, നമുക്ക് okay. വേറെ വിഷയത്തിലേക്ക് That's okay, കിടക്കാം. വിഷയത്തിലേക്ക് കിടക്കാം. ആ. എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് എപ്പോഴും എന്നല്ല, പക്ഷെ എന്നാൽ പോലും സ്ക്രീനിൽ വരുമ്പോഴായാലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾ നോക്കുന്ന ഫുൾ കലിപ്പനെന്നാണ് മനസ്സിലായത്. എന്റെ ശക്തമായ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരീനെ അടിച്ചു വെക്കാറും ജീവചേട്ടനാണെന്നാണ്. ആ ഒരു ആണോ? കാണാൻ Suspense പൊളിഞ്ഞു. കാണാൻ വൃത്തിയുള്ള നാറിയെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണ്. ആ Okay. ഇതിൽ നമ്മുടെ സിനിമ കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട്, ആക്ഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട്, ചെറിയ ത്രില്ലർ മൂഡുണ്ട്, അഡ്വഞ്ചറാണ്, റൊമാൻസ്. അത് പിന്നെ റംസാന് മാത്രം. ബാക്കിയുള്ള അടി ഇടി ചവിട്ട് കുത്തൊക്കെ ഞങ്ങൾക്ക് മാത്രം. വിഷമമുണ്ടോ ജീവചേട്ടാ? എൻ്റെ നമ്മുടെയൊക്കെ മോൻ കാണുമ്പോൾ നമ്മൾ ഓരോ പ്രൊമോഷന് പോകുമ്പം നമ്മുടെ ഡയറക്ടർ പറയും ഇതിൽ നമ്മുടെ ഈ സിനിമയിൽ എല്ലാ ജോണറും ഉണ്ടെന്ന് എടുത്തെടുത്ത് പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും നമ്മൾ റൊമാൻസ് എന്ന് പറയുന്നത് ഒരു നായകൻ വളർന്ന് രക്ഷപ്പെട്ട് പോട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. നമ്മളെ ചവിട്ടിയിട്ടാണെങ്കിലും ഒരാൾ ഇൻഡസ്ട്രി രക്ഷപ്പെടുന്നത് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കാനാണ് ആസ് എൻ ആക്ടർ ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും, yes. ഇതൊക്കെ കേട്ടിട്ട് വിനയം വിട്ട് നിൽക്കുന്ന കണ്ടില്ലേ അവിടെ? ആ മുഖത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തു. ആ വിനയം നമുക്കൊന്ന് ഫോക്കസ് ചെയ്തെടുക്കാം. ഓക്കെ, എനിവേസ് അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ചവിട്ടുപടി ആവട്ടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക്. ഒരുപാട് മൂവീസ് വരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറക്കണ്ട, ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റർ, അവിടെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടെ ദൂരെ പോയി പടം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ ഫാമിലി ആയിട്ട് പോയിട്ട് സിനിമ കാണാൻ. ഞങ്ങളുടെ ഓണം മോഡ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ തന്ന സ്വീകരണം, സന്ദർശകി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം, ഇന്ന് നമ്മുടെ പിന്നെ ഇമ്പാച്ചി പാടിയ കോക്കറ്റിലേക്ക് എന്ന് പറഞ്ഞ പാട്ട് റിലീസായിട്ടുണ്ട്. അടിതിരിഞ്ഞ് പാട്ട് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിന് തന്ന സ്നേഹം നിങ്ങൾ എല്ലാവരും തരണം. ഓഗസ്റ്റ് 8-ാം തീയതി ഞങ്ങളുടെ ദിവസമാക്കി മാറ്റണം. ഏതൊരു കലാകാരനും വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അവരുടെ ദിവസമാകാനാണ് ഇഷ്ടം. അപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലവ് യു കാലിക്കറ്റ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരാള് ഏതൊരു ക്യാരക്ടറായിട്ട് സിനിമയിൽ വന്നാലും ഒരു സീനിൽ വന്നാലും നമ്മൾ ഒത്തിരി വിശ്വസിപ്പിക്കുന്നത് ആ ക്യാരക്ടറായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. Ladies and gentlemen, let's give it up for സജിൻ ചേട്ടൻ. അദ്ദേഹത്തിന് നമുക്ക് മൈക്ക് പാസ് ചെയ്യാം. നമസ്കാരം. ജീവ സംസാരിച്ചോട്ടെ. അപ്പോൾ ഒരു പാട്ട് ഹിറ്റായതിനു ശേഷം ഇങ്ങനെ ഒരു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം, ഒരുപാട് വലിയ സന്തോഷമാണ്. അപ്പോൾ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താണോ ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉണ്ടാവും. ഇതൊരു കളർഫുൾ എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നമുക്ക് ചെസ്സയ്ക്ക് മൈക്ക് പാസ് ചെയ്യാം. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ആക്ടേഴ്സ് ദാറ്റ് വി ഹാവ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ടെസ്സ. താങ്ക് യു സോ മച്ച്. ഹലോ കാലിക്കറ്റ്. ഹലോ. ആദ്യം തന്നെ നിങ്ങളോടെല്ലാം ഒരു ബിഗ് താങ്ക് യു. കാരണം ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി ടൈമാണ്. ഞങ്ങൾ വരുന്നെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മൂവി റിലീസ് ചെയ്യുകയാണെന്ന്. പലതവണ ഡേറ്റ് പറഞ്ഞു. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്നാ ഡേറ്റ്? എക്സാക്ട്ലി 8th. അപ്പോൾ 8th നിങ്ങൾ എല്ലാവരും ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 8th എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണണം. പിന്നെ നമ്മുടെ പാട്ടുകളൊക്കെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ അതിൻ്റെ റീലൊക്കെ ചെയ്തു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. ഞാൻ മൈക്ക് അടുത്ത ആൾക്ക് പാസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ കാലിക്കറ്റ്. താങ്ക് യു, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു ഓൾ ഇൻ ഓൾ പെർഫോമറെ നമുക്ക് വെൽക്കം ചെയ്താലോ? കണ്ടന്റ് ക്രിയേറ്റർ, റേഡിയോ ജോക്കി, വീഡിയോ ജോക്കി, ആക്ടർ. ഹിയർ വി ഹാവ് അതെ അത് തന്നെ വർഷ. അപ്പുറത്ത് നോക്കിയിട്ട് എന്നെയാണോ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു എവിടുന്ന് ആരെയോ പറയണം. അപ്പം ഓക്കെ, സോ ഹലോ. എന്ത് പറഞ്ഞ് തുടങ്ങണമെന്ന് കുറേ നേരം ഞാൻ ആലോചിച്ചു. സ്ഥിരം ഡയലോഗ് തന്നെ പറയാമെന്ന് ചോദിക്കുന്നു. അതായത് എൻ്റെ അമ്മമ്മയുടെ വീട് കോഴിക്കോടാണ്, മീൻചന്തയിലാണ്. അപ്പം ഒബ്വിയസ്ലി വെക്കേഷനൊക്കെ വന്ന് വളർന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നമ്മുടെ സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നേ? സുഖമല്ലേ എല്ലാവർക്കും? ഉഷാറ് കുറവുണ്ട്. ഞാൻ പൊതുവേ കോഴിക്കോട് കണ്ടിട്ടുള്ള ക്രൗഡിൻ്റെ ശബ്ദം ഇതല്ല. ഇവർ കുറച്ച് പേരൊക്കെ എറണാകുളത്തു നിന്നും അവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് ഈ എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇത് ശബ്ദം ഒന്ന് കേൾപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല എന്നാണോ പറയണേ? ഇല്ല സാറ്, കുഴപ്പമില്ല. എനിവേ, അപ്പം ഓഗസ്റ്റ് 8-ന് ഞങ്ങളുടെ സിനിമ ഇറങ്ങുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സിനിമയെ പറ്റി, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും പോയിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.
താങ്ക് യു. അത് ശരിയല്ലല്ലോ. വർഷം നമ്മളുടെ എല്ലാവരുടെയും ആ ഒരു എനർജി ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചപ്പോ നിങ്ങളൊക്കെ എന്താ മിണ്ടാണ്ടിരുന്നേ? വർഷം എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒച്ചത്തിൽ ഒച്ച വയ്ക്കും. കാരണം കുറച്ച് മുമ്പ് ഒരു നല്ല ഒച്ച ഉണ്ടായിരുന്നു. ഒന്നും കൂടെ ചോദിച്ചേ. ഞാൻ ഒരു തവണ വെച്ചപ്പോ അവിടുന്ന് ആരാ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കി ഇവരെല്ലാരും ഒച്ച വയ്ക്കും. മക്കളെ നല്ല ശബ്ദത്തിന്റെ ഒരു ഹായ് തിരിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, അപ്പം ഹലോ. Superb, amazing. All right, so now we have the beautiful Jayashree. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വലിയൊരു ക്രൗഡിന് മുമ്പിൽ സാഹസം ടീമിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പ്രിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പല പല ട്രാക്സ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ട്രെയിലറും സോങ്ങും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതിലെ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രിയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതുവരെ തന്ന സപ്പോർട്ടും ഇതിനുണ്ടാവും, ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും August 8 തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം, എല്ലാവരും പറഞ്ഞ പോലെ. സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ഹരിക്ക് മൈക്ക് പാസ് ചെയ്യാം. യെസ്, ഹിയർ വി ഹാവ് ഹരി. ഹരിക്ക് നല്ലൊരു ഐഡിയ കൊടുക്കണം. ഈ മൂവിയിലെ എനിക്ക് തോന്നുന്ന ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഹരിയാണ്. ഹരി കോഴിക്കോട്ടുകാര് ഹരിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കുകയാണ്. ഹലോ, ഇത്രയും പേരൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ പറയാനുള്ളതൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ബിപിൻ ചേട്ടനോടും അതിനുവേണ്ടി കയ്യിൽ കാശ് മുടക്കിയ റിനീഷ് ചേട്ടനോടും ആദ്യം നന്ദി. ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടറിന് ഒരു പപ്പൻ എന്നാണ്. ഈ പടം നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ കുറച്ച് കെയോസ് ഒക്കെ എന്ന് പറഞ്ഞ ഒരു എൻ്റർടൈനറാണ്. നിങ്ങൾ ഇത്രയും പേരെല്ലാം ഒരുപാട് പേര് ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് പടത്തിൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അറപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും 8-ാം തീയതി പടം പോയി കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. Thank you very much. And yes, it's time for Karthik. Karthik, one fan song ഇവിടെ. എനിക്കൊരു മാളിൻ്റെ നടക്കുന്ന എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അറിയില്ല. സാധാരണ ഞാൻ മാളിലൊക്കെ വന്ന് ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയൊക്കെ വില നോക്കിയിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ August 8-ാം തീയതി എന്ന് ഇനി എടുത്തെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് അറിയില്ല. പക്ഷേ August 8-ാം തീയതി ആയതുകൊണ്ട് ഞാനും പറയുന്നു. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ലോകമാണ്. അപ്പോൾ കുറേ സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതുപോലെ എൻ്റെ പ്രായത്തിലുള്ളവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ രണ്ടിൻ്റെയും ഒരു മിക്സ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും എല്ലായിടത്തും പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം മിസ്സാവാണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഡാൻസ്. യെസ്, ഡാൻസ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കോഴിക്കോടുകാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇൻ ബിറ്റ്വീൻ ആ ഡാൻസിന്റെ മ്യൂസിക് റെഡി ആവുന്നത് വരെ നമുക്ക് ഓഡിയൻസിന് ഒരു ചെറിയ പ്രോമിസ് ഞാൻ കൊടുത്തിരുന്നു. അവർക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാന്ന്. സോ ഓഡിയൻസ്, ഹിയർ വി ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആർക്കാണ് ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാം. യെസ്, ദേ അവിടെ ഒരു തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടി ഒരു ചോദ്യം ചോദിക്കാൻ റെഡിയാണ്. ആരോടാണ് ചോദിക്കുന്നത്? നമ്മളെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടോ? ഓക്കെ, പേരെന്താണ്? ജഹല. ഓക്കെ, ഷഹലക്ക് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ? ഈ പാട്ടിറങ്ങിയപ്പോൾ ഇത്ര അടിപൊളിയായി. നിങ്ങൾ സിനിമ ഇറങ്ങുമ്പോൾ തൂക്കോ? പാട്ടിറങ്ങുമ്പോ അടിപൊളിയായി, സിനിമ ഇറങ്ങുമ്പോ തൂക്കോ? അയ്യോ, എന്നാ ജീവച്ചേട്ടനാണ് ഏറ്റവും മെനജടിക്കാനാണ് ആൻസർ പറഞ്ഞോളൂ. ചെക്ക് പിന്നെ തൂക്കണ്ടേ? സഹല അല്ലേ? ഷഹലയും ഫാമിലി ഫ്രണ്ട്സും കണ്ടാ തൂക്കും. ഷഹലയും ഫാമിലി ഫ്രണ്ട്സും കാണുമോ? കണ്ട് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് പറയുമോ? ശക്തിക്ക് പറ. അങ്ങനെയാണ് ഞങ്ങൾ തൂക്കിയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
ഹലോ. യെസ്. ഓക്കെ, ജീവയുടെ കയ്യിൽ മൈക്കുള്ളതുകൊണ്ട് ജീവനോട് തന്നെ ചോദിക്കാം. സാഹസം എന്നാണല്ലോ ഫിലിമിന്റെ പേര്. അതെ. അപ്പോൾ ജീവ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ സാഹസം എന്താണ്? ഇനി അവസരം ഒത്തു വന്നാൽ അത് വീണ്ടും ചെയ്യുമോ? ഇനി അവസരം ഒത്തുവന്നാൽ ചെയ്യില്ല. ഏറ്റവും വലിയ സാഹസം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് കാലിക്കട്ട്. അപ്പോൾ വീട്ടിൽ പറയാതെ ആ കുട്ടിയുടെ കൂടെ കാലിക്കട്ട് ട്രെയിനിൽ വന്ന ഈ ജീവിതത്തിൽ എനിക്ക് ആ സാഹസം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു സാഹസം വീട്ടിലിരിപ്പുണ്ട്. അത് നന്നായി. ഓക്കെ, വേറെ ഒന്നും കിട്ടില്ലല്ലോ ചോദിക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം. ആ പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞിട്ട് ചോദിച്ചു. പേര് മോഹസൻ ആണ്. മോഹസൻ. റോഷൻ. മോഹസൻ. മോഹസൻ. ഓക്കെ. റംസാനോടാണ് ചോദ്യം. റംസാൻ, മറ്റേ ഏത് മൂട് പാട്ടിൽ ലാസ്റ്റിൽ ഒരു സഞ്ചി കാണിക്കുന്നുണ്ട്, അത് എന്താ സംഭവം എന്ന് പറയാൻ പറ്റും? ആ സഞ്ചികളിൽ എന്താണ്? അതാണ് കഥ. അല്ല, അത് ആക്ച്വലി നമ്മൾ ഈ സോങ് ഒക്കെ പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു കഥയിൽ എന്തെങ്കിലുമൊക്കെ എലമെന്റ് നമ്മൾ പ്രൊമോ സോങ്ങിൽ ഇറക്കണം എന്നുള്ളത്. കാരണം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ, നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് വീണ്ടും ആ ഒരു സോങ് കാണുവാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ട് അവിടെ ഒരു സഞ്ചി വന്നു, എന്തുകൊണ്ട് ജീവിയുടെ എക്സ്പ്രഷൻ അങ്ങനെ വന്നു, എന്തുകൊണ്ട് സച്ചിൻ ചേട്ടൻ മാവേലിയായിട്ട് വന്നു, എന്തുകൊണ്ട് ഞാൻ ഹരിയെ കോളർ കയറി പിടിച്ചു, എന്തുകൊണ്ട് ഞാൻ ഗൗരീനെ കൊണ്ടുപോയി എന്നുള്ള കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ സിനിമയ്ക്കകത്തുണ്ട്. സോ അതിന്റെ ചെറിയ ചെറിയ എലമെന്റ് ആണ് ഞാൻ ആ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സഞ്ചിയിൽ എന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം പ്രൊഡ്യൂസർ തന്നെ ഇടിക്കും. അതുകൊണ്ട് സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സഞ്ചിയിൽ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ക്വിക്ക്ലി, പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചതിന് ശേഷം അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, അവിടെ നിന്ന് ഒരാൾ കൈ വെക്കുന്നുണ്ട്, നമുക്ക് ആ മൈക്ക് ഒന്ന് പാസ് ചെയ്യാം. എൻ്റെ പേര് അഞ്ജന. അഞ്ജന, ഓക്കെ. എൻ്റെ ക്വസ്റ്റ്യൻ റംസാനോട്. വീണ്ടും റംസാൻ. ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ സാഹസം എന്താണ്? ഈ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അല്ല, കാരണം എന്നെ പോലെ ഒരു വ്യക്തിക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാൻസ് ആണ്. നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസ് എ ഡാൻസറാണ്. അതിൽ നിന്ന് കുറച്ച് മാറി ചെയ്തതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. അതിൽ ഞാൻ ശ്യാം എന്നുള്ള ഒരു കഥാപാത്രം ചെയ്തു. അതിൽ ഒരു ഡാൻസിന്റെ എലമെന്റ്, ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നെപ്പോലെ ഒരാളെ വെച്ചിട്ട് ഇത്രയും ലീഡായിട്ടുള്ള ക്യാരക്ടർ എഴുതുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും ഒരു സാഹസമാണ്. അവർക്കാണ് ശരിക്കും ഇതൊരു സാഹസം എന്നെ വെച്ച് പടം ചെയ്യുക എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ 100-200% ഞാൻ ഈ പടത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഓരോ സ്റ്റെപ്പിനും ഡയറക്ടർ എന്താണോ പറയുന്നത് അത് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സാഹസമല്ല, ഞാൻ എല്ലാം എൻജോയ് ചെയ്താണ് ചെയ്തത്. കാരണം ഇതൊക്കെ എൻ്റെ തുടക്കമാണ്. ഇവിടെ ഞാനിപ്പോൾ സാഹസമായിട്ട് ഒന്നും കാണേണ്ട ആവശ്യമില്ല. എല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. താങ്ക് യു. That's a great answer. Okay, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? Any questions? ഓക്കെ, നമുക്ക് സമയം വളരെ കുറവാണ്. ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാമില്ല എന്നുണ്ടെങ്കിൽ വിൽ മൂവ് ഓൺ. ആരാ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ആ, ഓക്കെ. ഹലോ, എൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. ശബരി ചേട്ടനോടാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ പാട്ട് കണ്ടപ്പോൾ അറിയാം, ഓണമൂട് പാട്ട് കണ്ടപ്പോൾ അറിയാം, ക്രൂ മൊത്തത്തിലൊരു വൈബ് ക്രൂ ആണ്. അപ്പം പക്ഷെ നമുക്ക് ട്രെയിലറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എവിടെയൊക്കെയോ ഒരു ത്രില്ലറിൻ്റെ ഒരു മണം വരുന്നുണ്ട്. സോ നമുക്കൊരു കോമഡി ത്രില്ലറാണോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ത്രില്ലറിന്റെ മണം അടിച്ചു എന്നാണ് പറയുന്നത്. അല്ല, ത്രില്ലിംഗ് എലമെന്റ് ഉണ്ട് ഇതിൻ്റെ അത്, കോമഡി ഉണ്ട്. നിങ്ങൾ ചിരിക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അങ്ങനെ ഒരു അതൊരു സെലിബ്രേഷനാണ്. നമ്മൾ ഓണം പാട്ട് എന്നുള്ള രീതിയിലാണ് ഓണം മൂഡ് എന്നുള്ള പാട്ട് ചെയ്തത്. പടത്തിലുണ്ട്, അത് അങ്ങനെ ആയിരിക്കില്ല, വേറൊരു ഇതായിരിക്കും പടത്തിൽ വരിക. അപ്പോൾ അതൊരു സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് ആ ഒരു സെലിബ്രേഷൻ്റെ വൈബ്, അതിൻ്റെ ഇടയിലാണ് റംസാൻ്റെ ബ്രില്യൻസ്. കഥ പറഞ്ഞിട്ടുണ്ട്, സഞ്ജിയും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത്. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സിനിമയിൽ ഓഫ് കോഴ്സ് ത്രില്ലിംഗ് എലമെന്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രെയിലറും ടീസറും കണ്ടപ്പോൾ ശരിക്കും കിട്ടിയിട്ടുണ്ടാവും എന്താണ് സിനിമ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കോമഡിയും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. താങ്ക് യു വെരി മച്ച്. ഇനി ഒരു രണ്ട് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചോദിക്കാം. എവിടെ? സ്ട്രെയിറ്റ്. യെസ്, ഇവിടെ സ്ട്രെയിറ്റ് ആരോ ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് ചേട്ടന് മൈക്ക് തരാം. ഇപ്പൊ ഇവിടെ യെസ് ഹലോ, റംസാനോടാണ് ക്വസ്റ്റ്യൻ. റംസാനെ ബിഗ് ബോസിലുള്ള ടൈമിൽ
ഒരുപാട് പ്രതീക്ഷയോടുകൂടി പങ്കാളികളെ കൊണ്ട് വരെ ഞാൻ വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് നിരാശ ചെയ്യുന്നു. അതുപോലെ ഈ പാട്ട് അടിപൊളിയാണ്. ഈ പടം കാണുമ്പോൾ അതേപോലെ നിരാശപ്പെടുത്തോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരിക്കലില്ല കേട്ടോ. കാരണം ഈ സിനിമയ്ക്ക് അത്ര ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും കണ്ട എല്ലാവരും അത്രയും ഔട്ട്പുട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു പടം ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രതീക്ഷ എന്തായാലും സിനിമയ്ക്കുണ്ട്. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഓഫ് കോഴ്സ് അവിടെ കയറുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നമുക്ക് എത്രയും സ്നേഹം കിട്ടും അത്രയും തന്നെ ശത്രുക്കൾ നമുക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയിലാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. പുറത്തുള്ള ഓഡിയൻസ് ഈ പറയുന്ന പോലെ വോട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ബിഗ് ബോസിൽ ഞാൻ എന്തിനാണ് പോയത്, എന്ത് ലക്ഷ്യത്തോടാണ് പോയത്, അത് ഇപ്പോൾ ഇവിടെ ഞാൻ വന്ന് നിൽപ്പുണ്ട്. കാരണം ബിഗ് ബോസിൽ പോയതുകൊണ്ടാണ് ഞാൻ ഭീഷ്മപുരവും അത് കഴിഞ്ഞ് റൈഫിൾ ക്ലബ്ബ് ഓഫീസർ ഡ്യൂട്ടിയൊക്കെ ചെയ്തത്. സോ അറ്റ് ദ എൻഡ് എനിക്ക് തോന്നുന്നു ഇതിലൂടെ ചേട്ടൻ കുറച്ചുകൂടി ഹാപ്പി ആവുമായിരിക്കും. താങ്ക് യു.